എൻ്റെ പേര് സൗമ്യ. ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു അക്രൈസ്തവ ആളാണ്. പിന്നെ 2023 ജൂൺ 16 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ വീട് 2 വർഷത്തേക്ക് എഗ്രിമെൻറ്റ് ചെയ്തിട്ട് ഞാൻ ലീസിന് കൊടുത്തതായിരുന്നു. അപ്പോൾ 9 മാസത്തിനുള്ളിൽ എനിക്കത് തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യം വീട്ടിലൊരുങ്ങിയപ്പോൾ ഞാൻ ലീസിന് കൊടുത്ത വീട്ടുകാരായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അവരെനിക്ക് പോസിറ്റീവായിട്ട് മാറിത്തരാ എന്നുള്ളൊരു ഇതെനിക്ക് തന്നില്ലായിരുന്നു. അതിൽ വിഷമിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ മാമൻ്റെ മോളുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചേച്ചി ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ നിറവേറി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ പള്ളിയുണ്ട്, നീ അവിടെ പോയിട്ട് നിയോഗങ്ങൾ അവിടെ 6 വെക്കണം, അപ്പോൾ നീ അതിൽ പോയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കതൊക്കെ നിറവേറി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരമാണ് ചേച്ചി തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ബസ് ബുക്ക് ചെയ്തിട്ട് എന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്ക് കൃപാസന സ്ഥലത്തെക്കുറിച്ച് ചേച്ചി പറഞ്ഞിരുന്നു, യൂട്യൂബിൽ നോക്കിയിട്ട് അതേക്കുറിച്ച് നീ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. യൂട്യൂബിൽ ഞാൻ കുറേ എണ്ണം സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, അച്ഛൻ്റെ ധ്യാനം അതൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും ഉടമ്പടി ധ്യാനം ലൈവ് ഇതൊക്കെ ഞാൻ നോക്കിയെങ്കിലും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ അവരുടെ കൂടെ ഇങ്ങോട്ട് പോന്നപ്പോൾ ശരിക്ക് ഒരു പള്ളികളിലോ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഒരു സാധാരണ രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത്. വന്നു കഴിഞ്ഞിട്ട് ഉടമ്പടി ക്ലാസ് 2 മണിക്കൂർ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞത് ഒരു കാര്യങ്ങളും ഞാൻ കേട്ടിട്ടില്ല. കേൾക്കണമെന്ന് ആഗ്രഹിച്ച് കണ്ണ് മുറുക്ക തുറക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ഉറങ്ങുമായിരുന്നു. ഒന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കേട്ടിട്ടില്ല. ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്ന് ഒന്നും അറിയാതെയാണ് ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും 6 നിയോഗങ്ങൾ എഴുതുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാനും 6 നിയോഗങ്ങൾ എഴുതി. അത് ഞങ്ങൾ ബസ്സിൽ വരുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു 6 നിയോഗങ്ങൾ എല്ലാവരും എഴുതാനായിട്ട് ഓർത്ത് വെക്കണമെന്ന്. അപ്പോൾ അത് പ്രകാരം ഞാനും എഴുതി 6 നിയോഗങ്ങൾ. അതിലൊന്നാമത് ഞാൻ വെച്ച നിയോഗമായിരുന്നു എനിക്ക് എൻ്റെ വീട് ജൂൺ 15 എന്ന് വെച്ചാൽ മാതാവിൻ്റെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ ഭയങ്കര അത്ഭുതമാണെന്ന് അത് ബസ്സിൽ വരുമ്പോൾ കുറച്ച് ചേച്ചിമാർ പറഞ്ഞു. അത് പ്രകാരമാണ് ഞാനും മാതാവിന് സമർപ്പിച്ചു. എനിക്ക് ജൂൺ 16 ഞാൻ ഉടമ്പടി നിയോഗം വെക്കുന്നത്. ജൂലൈ 15 എനിക്ക് ക്യാഷ് സെറ്റിൽ ചെയ്യാൻ എൻ്റെ അടുത്ത് ആയിട്ടില്ല. 9 മാസം കൊണ്ട് എനിക്ക് സെറ്റിൽ ചെയ്യണം. പക്ഷേ എവിടെ നിന്ന് ക്യാഷ് എനിക്കായിട്ടില്ല. KSFE ഞാൻ വിളിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി എമൗണ്ട് എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ജൂലൈ 15 എന്ന ദിവസത്തിൽ എനിക്ക് മാതാവ് അതിനുള്ള പൈസ എനിക്ക് റെഡിയാക്കി തരണമെന്നും ഒപ്പം വീട്ടുകാരെനിക്ക് ഇറങ്ങിത്തരാൻ തയ്യാറാവണമെന്നും അവർക്കൊരു വീട് റെഡി ആവണമെന്നും ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു. അത് പ്രകാരം ജൂലൈ 15 തന്നെ 14 വരെ ഞാൻ ബാക്കി ക്യാഷിന് KSFE കിട്ടിയ ബാക്കി എമൗണ്ടിന് വേണ്ടിയിട്ട് പരക്കം പായുമായിരുന്നു. ലോണിന് വേണ്ടി പല ലോണുകൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി, ഒന്നൊന്നും നടന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു ലോണ് ശ്രേയസ് വഴി ഒരു ലോണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ അതും കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി ഞങ്ങളത് ഒഴിവാക്കിയ കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ജൂലൈ 15 അന്ന് ഞാൻ ഉപവാസം ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരു ശനിയാഴ്ച പോലും ഞാൻ ഉപവാസം എടുക്കാത്ത ദിവസങ്ങളില്ല. എല്ലാ ആഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ മാതാവിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഉപവാസത്തിലിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ 14 വരെ, അതായത് ഇന്നലെ വരെ ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ നടന്നു. ഇന്ന് ഞാൻ ആരോടും ഞാനിതേക്കുറിച്ച് സംസാരിക്കില്ല. ഞാൻ മാതാവിന് ഡേറ്റ് ഇട്ടതാണ്. അപ്പോൾ മാതാവ് തന്നെ എനിക്കിതിനുള്ള ഉത്തരം, ഞാൻ ഉപവാസം അവസാനിപ്പിക്കുന്നതിനുള്ളിൽ തന്നെ എനിക്കിതിനുള്ള ഉത്തരം തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അതുപ്രകാരം ഞാൻ ഉപവാസം ഒരു ഉച്ച ആയ സമയത്ത് ഞാൻ മാതാവിനോട് എൻ്റെ ഫോണിൽ ഇങ്ങനെ എടുത്ത് നോക്കുക, എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് എനിക്കുണ്ടോ എന്നിങ്ങനെ എടുത്ത് നോക്കുക. അതിനിടയിൽ കൂടെ ഞാൻ സാക്ഷ്യം കാണലോ അല്ലെങ്കിൽ ധ്യാനം കൂടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ ഉടമ്പടിയിൽ ഞാനതൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ എന്തോ ഞാൻ യൂട്യൂബിൽ വേറെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ് വന്നു. എൻ്റെ ഫോണിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയത്, ശ്രേയസിൻ്റെ ലോണിൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറിയതാണ് ഞാൻ കണ്ടത്.
അപ്പോൾ പിന്നെ അപ്പോഴെനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. കാരണം ഡേറ്റ് ഇട്ട് ഇത്രയ്ക്ക് വലിയ അത്ഭുതമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം ഞാൻ അതേ സമയത്ത് ക്യാഷ് എനിക്ക് കംപ്ലീറ്റ് റെഡിയായി. അപ്പം ഞാൻ ഉടനെ വീട് ലീസുകാരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറയുവാണ്, അതുവരെ അവർ മാറിത്തരാമെന്നോ അല്ലെങ്കിൽ ഒരു വീട് നോക്കുന്നുണ്ടോ എന്നൊന്ന് പോലും പറയാത്ത അവർ എന്നോട് പറയും, ഞങ്ങളൊരു വീട് കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, സൗമ്യന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറയുവാണ്, ഞങ്ങൾക്ക് വീട് റെഡിയായി, സൗമ്യ എപ്പോഴാണ് ക്യാഷ് സെറ്റിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അത്ഭുതം പോലെ ഞാൻ പറഞ്ഞ ദിവസം തന്നെ ഡേറ്റിന് തന്നെ മാതാവ് ഈ 2 കാര്യങ്ങൾ സാധിച്ചു തന്ന് എൻ്റെ വീടിൻ്റെ എനിക്ക് തിരിച്ചു പിടിക്കാനുള്ള സെറ്റിൽമെൻറ്റ് ചെയ്യാൻ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ രണ്ടാമത് ഞാൻ വെച്ച നിയോഗം, എൻ്റെ മോന് 3 വർഷമായിട്ട് കോവിഡ് വന്നതിന് ശേഷം അവന് ശ്വാസമുട്ടലാണ്. ശ്വാസമുട്ടലെന്ന് പറഞ്ഞാൽ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെയാണ് ജലദോഷവും പനിയും വരിക. ആ ശ്വാസമുട്ട് കണ്ടു നിൽക്കാനാവില്ല. എൻ്റെ അമ്മയാണ് അവരെ കൂടുതലും നോക്കുന്നത്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, 10-15 പ്രാവശ്യമൊക്കെ ആവി പിടിക്കും. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് വരെ അവിടേക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ കാണിച്ചു. കോവിഡിൻ്റെ ശേഷം വന്ന ശ്വാസം മുട്ടും ശ്വാസതടസ്സമാണ്. പക്ഷേ ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അവൻ്റെ അച്ഛമ്മയ്ക്ക് ശ്വാസം മുട്ട് പാരമ്പര്യ രോഗമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവന് പാരമ്പര്യമായിട്ടുള്ള ശ്വാസം മുട്ടലാന്ന് പറഞ്ഞു. എന്നിട്ട് പച്ചമരുന്നടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും മാറാത്ത അവൻ്റെ അവസ്ഥ ഞാൻ മാതാവിൻ്റെ ഉപ്പ് അവന് വെള്ളത്തിൽ കലക്കി കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്ത് അവന് ശ്വാസം മുട്ട് വന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം 1 തവണ അവന് വന്നു. അപ്പം ഞാനത് കൊടുത്തു. അതിനുശേഷം അവൻ്റെ നെഞ്ചിലൊക്കെ ഞാൻ തൈലം തേച്ച് കുരിശ് വരച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ശ്വാസം മുട്ട് അവന് പൂർണ്ണമായി എടുത്ത് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഇപ്പോൾ 7 മാസമായി അവന് ശ്വാസം മുട്ട് നിറഞ്ഞൊരവസ്ഥ പിന്നീട് അവന് ഉണ്ടായിട്ടേ ഇല്ല. അതിനിടയ്ക്ക് അവന് ജലദോഷം വന്നു, പനി വന്നു. അതിന് പോലും ഞാനൊരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് പോലും അവന് കൊടുത്തിട്ടില്ല. അതിന് ഒരു പ്രാവശ്യം അവന് പനി വന്നിട്ട് 2-3 ദിവസം അവന് പനി നിന്നു. പക്ഷെ അമ്മ അവന് പാരസെറ്റാമോൾ കൊടുത്തു. അപ്പോൾ 2-3 ദിവസമായിട്ടും പാരസെറ്റാമോൾ കുറയും, പിന്നെയും പനി കൂടും, പിന്നെയും പനി കുറയും. ഞാൻ കൂടെ ഇല്ലാത്തതാണ്, പിന്നെയും പനി കൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെ പാരസെറ്റാമോൾ തന്നെ കൊടുത്തുകൊണ്ട് അവന് പനി മാറി. അവൻ 2 ദിവസം സ്കൂളിൽ പോയി. 3-ാമത്തെ ദിവസം അവന് വീണ്ടും പനി വന്നു. ആ പനി കഠിനമായിട്ടുള്ള പനിയായിരുന്നു. അപ്പം എനിക്ക് തന്നെ എന്താ മനസ്സ് പറയുക, ഞാൻ ഇത്രമാത്രം മാതാവ് എനിക്കെല്ലാം ചെയ്തു തരുമ്പോൾ ഞാൻ തുടർന്ന് മുഴുവൻ എനിക്ക് മാതാവിൻ്റെത് കൊണ്ടാണ്, മാതാവിൻ്റെ ഉപ്പ് മാതാവിൻ്റെ തൈലം കൊണ്ടാണ് എനിക്കെല്ലാം ഇതായി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൻ്റെ പനി പൂർണ്ണമായിട്ടും മാറാത്തതെന്ന് ഞാൻ വിചാരിച്ചു. മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച്, നെഞ്ചിൽ കുരിശ് വരച്ച്, കാലിൻ്റെ അവിടം വരെ ഞാൻ അവന് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കാശുരൂപം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അവനെ കിടത്തി ഉറക്കി. രാവിലെ ആയപ്പോഴത്തേക്ക് അവൻ പനി ഉണ്ടായിരുന്നൊരു കുട്ടിയാണെന്ന് തോന്നാത്ത വിധം രാവിലെ അവൻ ഉഷാറായി എഴുന്നേറ്റു. അവൻ കുളിച്ചാണ് സ്കൂളിൽ പോയത്, തല നനച്ച് കുളിച്ച്. അന്ന് തൊട്ട് ഇപ്പോഴും ഞങ്ങൾ എന്ത് അസുഖം വന്നാലും എൻ്റെ പിള്ളേർക്ക് പനിയും ജലദോഷമൊക്കെ ഒരു മൂക്കടപ്പിന് പോലും ഞാൻ മാതാവിൻ്റെ തൈലം മൂക്കിൽ മണപ്പിച്ച നാസൽ റോസ് ഒഴിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അവൻ്റെ മൂക്ക് തുറക്കുന്നത്. അത്രയും അത്ഭുതമാണ് എനിക്ക് മാതാവ് തന്നത്. അവൻ്റെ ശ്വാസം മുട്ട് 7 മാസമായിട്ട് പൂർണ്ണമായിട്ട് അവൻ്റെ ശ്വാസം മുട്ട് മാറി. അമ്മ മാതാവിന് 1000 നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേപോലെ എൻ്റെ മോൾക്ക് അവൾ ജന്മനാവക്ക് മൂക്കിൽ ദശ വളർന്നിട്ട് നാക്ക് പുറത്ത് നീട്ടിയിട്ടായിരുന്നു അവൾ കഴിഞ്ഞിരുന്നത്. എപ്പോഴും നാക്ക് പുറത്തിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യാണ്, നാക്ക് പുറത്തിട്ട് അവൾ ഉറങ്ങിയിരുന്നത്. അവൾക്ക് ദശ വളരുന്നത് പറഞ്ഞിട്ട് ആദ്യം മെഡിക്കൽ കോളേജിൽ ഞങ്ങളൊരു ചെറിയ സർജറിയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം പക്ഷേങ്കിൽ ഈ തുമ്മൽ, ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തിയേയില്ല. മരുന്ന് കൊടുത്താൽ പോലും നിർത്തില്ല. അങ്ങനത്തെ ചുമ, തണുപ്പടിച്ചുകൂടാ, തണുപ്പ് വെള്ളത്തിൽ കുളിച്ചുകൂടാ, തണുപ്പ് ഭക്ഷണം കഴിച്ചുകൂടാ, അങ്ങനെ ചുമയും തുമ്പലായിരുന്നു. അതിവിടെ നിന്ന് ഞാൻ ജൂൺ 16 ആദ്യം മാതാവ് എനിക്ക് കാണിച്ചു തന്നെ, ഞാൻ നിയോഗം 3ാമത് വെച്ച നിയോഗമാണ്. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് മാതാവ് ആദ്യം കാണിച്ചു തന്ന അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ കാര്യമാണ്. അത് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ജൂൺ 16 ഞാൻ ഉടമ്പടി എടുത്ത് ചെന്നു. 17-ാം തീയതി എല്ലാവരും പറഞ്ഞ പ്രകാരം ഞാൻ രാത്രി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നോക്കിയാണ് ചൊല്ലുന്നത്, കാരണം എനിക്കറിയില്ല പ്രാർത്ഥനകളൊന്നും ചൊല്ലാൻ. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ രൂപം വെച്ച് ഞാൻ പ്രാർത്ഥന ചൊല്ലി. മോൾ ഇതുപോലെ വായ കൂട്ടാതെ ചുമയ്ക്കുമായിരുന്നു. ഞാൻ അവൾക്ക്
ഉപ്പ്, മാതാവിൻ്റെ ഉപ്പ് ഞാൻ വെള്ളത്തിൽ ചാലിച്ച് അവൾക്ക് കൊടുത്തു. വിശ്വാസ പ്രമാണം നോക്കി ചൊല്ലി ഞാൻ അവൾക്ക് കൊടുത്തു. അവളത് കുടിച്ച് കഴിഞ്ഞ സെക്കൻഡ് ഞാൻ പറയുന്നത്, അത് ഇറക്കിയൊരു നിമിഷം തൊട്ട് പിന്നെ അവൾ ഒരു ചുമ പോലും അവൾ ചുമച്ചിട്ടില്ല. അത് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാണ്. എനിക്ക് ആദ്യമായിട്ട് മാതാവ് കാണിച്ചെന്ന അത്ഭുതവും അതാണ്. അവിടെയാണ് ഞാൻ മാതാവിന് ഇത്രയ്ക്ക് അത്ഭുതം എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ മോൾക്ക് അന്ന് തൊട്ട് ഇപ്പോൾ മോൾ പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീമേ കഴിക്കുകയുള്ളൂ. അവൾക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവും അവൾക്കില്ല. തുമ്മലും ചുമയൊക്കെ അവളുടെ പൂർണ്ണമായിട്ടും മാറി. അതുപോലെ അതേ ഒപ്പം തന്നെ ഞാൻ അവളുടെ പഠന കാര്യത്തിൽ ഞാൻ അവളുടേത് വെച്ചിരുന്നു. കാരണം അവൾ ആദ്യം പ്രൈവറ്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു അവളെ പഠിപ്പിച്ചിരുന്നത്. കോവിഡ് വന്നതിന് ശേഷം പൈസയൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അവളെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. അപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ശരിക്കും ബൈഹാർട്ടാണ് കൂടുതലും. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ ഇവൾക്ക് പഠനരീതി വ്യത്യാസമായപ്പോൾ ഇവൾ നേരെ ബാക്കോട്ടായി. പ്രൈവറ്റ് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാത്തിനും മാർക്ക് മേടിച്ചിരുന്ന കുട്ടി, ഫ്രണ്ടിൽ നിന്നിരുന്ന കുട്ടി ഏറ്റവും ബേക്കിലേക്കായി. അപ്പോൾ എല്ലായിടത്തുനിന്നും പരാതി, അവൾ സംസാരിക്കില്ല, ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനില്ല, ടീച്ചേഴ്സിൻ്റെ പരാതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷന് വിട്ടു, ഞാൻ പഠിപ്പിച്ചൊന്നാവേണ്ടി ട്യൂഷന് വിട്ടു. അപ്പോൾ ട്യൂഷന് വിട്ടപ്പോൾ അവിടെ നിന്ന് അവർ പരാതി, അവളൊന്നും പറയില്ല, സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യങ്ങളും പറയില്ല, ഒന്നും അവൾക്ക് അറിയില്ല, ആരോട് സംസാരിക്കില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ജൂൺ 16 ഞാൻ വന്നപ്പോൾ മോളുടെ അലർജിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ മാതാവ് മോളുടെ പഠനത്തിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരണേന്ന് ഞാൻ എഴുതി പ്രാർത്ഥിച്ചത്. അതിനുശേഷം അവൾക്ക് ജൂലൈ ഓഗസ്റ്റ് ഒരു ഓണ എക്സാമിന് എല്ലാവരും ടീച്ചർ അത്ഭുതകരമായിട്ടാണ് പറഞ്ഞത്, ഋഷിക ഇത്രയും നല്ല മിടുക്കിയായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക്, കാരണം അവളൊരു സൈലൻ്റാണ്, ഒന്നിലും ഇതില്ല, പക്ഷെ അവൾ ഇത്രയും മിടുക്കിയാണെന്ന് അറിഞ്ഞില്ല. കാരണം നേരെ ഏറ്റവും നല്ല കുട്ടികളുടെ മുന്നിലേക്ക് അവളും ഒപ്പം എത്തി. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മ 27 വർഷം, എൻ്റെ ആങ്ങള മരിച്ച കാലം മുതൽ അമ്മയ്ക്ക് ഈ പ്രഷർ ആദ്യം കുറഞ്ഞു വരുന്ന, അത് പിന്നെ കൂടാൻ തുടങ്ങി. പിന്നെ അസുഖങ്ങൾ കൂടുതൽ വന്നു. ഷുഗറായി, പിന്നെ കൊളസ്ട്രോളായി, തൈറോയിഡായി. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് തൈറോയിഡിൻ്റെ മരുന്നിൽ സ്റ്റാർട്ട് ചെയ്താൽ അമ്മ ഒരു കവറ് മരുന്ന് അമ്മയുടെ കയ്യിലുണ്ട്. അത്രയും മരുന്നുമ്മലാണ് അമ്മ ജീവിക്കുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ്, ബാലൻസ് തെറ്റൽ, പിന്നെ അമ്മയ്ക്ക് വേറൊരു അസുഖം കൂടെ വന്നു, കൗണ്ട് കുറവ്. ബ്ലഡിൽ ഡോക്ടർമാർ മരുന്ന് 3 മാസക്കാലം അമ്മയ്ക്ക് അടുപ്പിച്ച് മരുന്ന് കൊടുത്തിട്ടും അമ്മയ്ക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടും അമ്മയ്ക്ക് കൗണ്ട് കൂടുന്നേ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് അമ്മയ്ക്ക് നിയോഗം വെച്ചിരുന്നു, എൻ്റെ അമ്മയുടെ അസുഖം മാറ്റിത്തരണം, ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചത് 5ാമത് വെച്ച നിയോഗമായിരുന്നു അത് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ചെന്ന ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അതേപോലെ അമ്മയ്ക്ക് മുട്ടിന് കാലിന് 2 കാലിനും ബെൽറ്റ് ഇട്ടേക്കായിരുന്നു, തേയ്മാനത്തിൻ്റെ. അമ്മ കോഴിക്കോട് നിന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ ആകെ നീര് വെച്ച് അകത്തുപോലും നടക്കാൻ പറ്റാത്ത അമ്മയായിരുന്നു അമ്മ, കാണാൻ കഴിയില്ലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്ന് ചെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ ഇനി മുതൽ മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മയെ പരീക്ഷിക്കാൻ നിൽക്കണ്ട, അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മ പരീക്ഷിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തോ എൻ്റെ മനസ്സും അറിയാം, എനിക്ക് എന്തോ ഒരു ധൈര്യം കിട്ടിയ പോലെ എനിക്കിനി മരുന്നൊന്നും വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ 2 നേരം അമ്മയ്ക്ക് മരുന്നിന് പകരം ഒരു കവറ് മരുന്ന് ഇപ്പോഴും അമ്മയുടെ കയ്യിലുണ്ട്, എല്ലാവർക്കും കാണാം. അപ്പം മരുന്ന് ഒഴിവാക്കിയിട്ട് അമ്മയ്ക്ക് രാവിലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊപ്പം അമ്മയ്ക്ക് ഒരു നുള്ളുപ്പ് വെള്ളത്തിൽ ചാലിച്ചിട്ട് മരുന്നിന് സമയമായിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. അതേപോലെ നെറ്റിയിലും നെറുകിലും ഞാൻ അമ്മയ്ക്ക് തൈലം തേച്ച് കുരിശ് വരച്ച് കൊടുക്കും. ഒപ്പം അമ്മയുടെ മുട്ടുകാലിന് ഞാൻ ബെൽറ്റ് മാറ്റിയിട്ട് തൈലം തേച്ച് കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അമ്മ എൻ്റെ കൂടെ കട്ടിലിരുന്നായിരുന്നു അമ്മ പ്രാർത്ഥിക്കാനിരുന്നിരുന്നത്. ആ അമ്മ ഈ മരുന്ന് ഇത്രയും ഒഴിവാക്കിയിട്ട് ഈ മാതാവിൻ്റെ ഉപ്പും തൈലവും മാത്രം ഉപയോഗിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മ നീരൊക്കെ വലിഞ്ഞ് എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മമ്മ എന്താ നീരൊക്കെ പോയി, അമ്മമ്മ ആൾ മാറിപ്പോയല്ലോ പറഞ്ഞു. അത്രയ്ക്ക് രീതിയിൽ അമ്മയ്ക്ക് മാറ്റം ഉണ്ടായി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് അമ്മ പകുതി ദിവസവും കിടത്താണ്, ആ അമ്മ മരുന്നൊന്നുമില്ലാതെ മാതാവിൻ്റെ ഇത് മാത്രം കഴിച്ചിട്ട് അമ്മ എന്തെങ്കിലും ഇത്ര ഉഷാറായിന്ന്. അപ്പം അമ്മ വെറുതെ ഒന്ന് ടൗണിൽ പോയപ്പോൾ അമ്മ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അമ്മേൻ്റെ കൗണ്ടൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഞങ്ങൾക്ക് അത്ഭുതമായി, കൗണ്ട് കൂടിയത്. എത്രയും ഡോക്ടർമാർ മരുന്ന് കൊടുത്തിട്ട് കൂടാത്ത കൗണ്ടാണ് അമ്മയ്ക്ക് മാതാവിൻ്റെ വെഞ്ചരിച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ട് കൂടി കിട്ടിയത്. അന്ന് തൊട്ട് അമ്മ മരുന്നില്ലാതെ
അമ്മ വേറൊരാളായി തന്നെ മാറി. അതിനുശേഷം പിന്നെ അമ്മയായിരുന്നു പത്രം, ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്ന പത്രം പോലും. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പത്രങ്ങൾ ഞാൻ കൊണ്ടുവച്ചു എങ്കിലും ഞാൻ ആർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 1-2 പത്രം ഞാൻ അപ്പുറത്ത് അയൽവാസികൾക്ക് ഞാൻ കൊടുത്തു എന്നല്ലാണ്ട് ഞാൻ വേറെ ആർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പത്രങ്ങൾ മുഴുവൻ കൊടുത്ത മുഴുവൻ അമ്മയായിരുന്നു. പിന്നെ കാരണം അമ്മയ്ക്ക് ഇത്രയും മാറ്റം കിട്ടിയപ്പോൾ അമ്മയ്ക്ക് പിന്നെ ആവേശമായിരുന്നു. പിന്നെ അമ്മ വേറൊരാളെ ആയി മാറി. അങ്ങനെ അതിനുശേഷം ആദ്യ ഉടമ്പടിയിൽ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ അമ്മ എന്നോട് പറയും, എനിക്ക് ഇത്രയും അസുഖങ്ങൾക്കൊക്കെ മാറ്റം വന്നല്ലോ മാതാവേ, മുട്ടുകുത്താൻ എനിക്ക് എൻ്റെ കാലിന് മാത്രം എന്തേ നീ എനിക്കൊരു ഇത് മാറ്റിത്തരാത്തതെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. ഇത്രയും അസുഖങ്ങൾ മാറ്റിത്തന്ന അമ്മയ്ക്ക് ഇതും നിസ്സാരമല്ലേ എന്ന് അമ്മ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഈ കാലൊക്കെ വെച്ചുകൊണ്ട് തന്നെ അമ്മ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അമ്മ അങ്ങനെ കുറച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആങ്ങളേൻ്റെ ആണ്ടും ആയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് അവിടെ തപോവനം അവിടെ പിന്നെ അനാഥാലയം പോലത്തെ അവിടെ സ്ഥാപനത്തിലേക്ക് നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പഴംപൊരിയൊക്കെ അവർക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ, നമ്മൾക്ക് അവരെ തൃപ്തിപ്പെടുത്താനുള്ളതല്ലേ കൊടുക്കേണ്ടത്, നമ്മൾക്കൊരു കടമയല്ല ചെയ്യേണ്ടത്, നമ്മളുടെ ഒരു ആഗ്രഹം നമ്മൾ നിറവേറ്റണ്ടേ, സന്തോഷകരമായിട്ട് അവരത് കഴിക്കണം, അതല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കഷ്ടപ്പെട്ട് ഈ കാല് വയ്യാത്ത കാലം കൊണ്ടല്ലേ അമ്മ ആ കപ്പ നട്ടത്, അമ്മ അത് പറിച്ചെടുക്ക്, നമുക്കത് ഒരുക്കിയിട്ട് അവിടേക്ക് കപ്പയും മീനും കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മീൻ വാങ്ങിച്ചുകൊണ്ട് നന്നാക്കി അമ്മ കറിയും വെച്ചു, കപ്പ എങ്ങനെയൊക്കെയോ അമ്മ പറിച്ചുകൊണ്ടെന്ന് ഒരുക്കി. അമ്മ അത് തപോവനത്തിൽ കൊണ്ടു കൊടുത്തതിൻ്റെ അന്ന് രാത്രി ഞാൻ അമ്മയും മക്കളും കൂടെ കൊണ്ടു കൊടുത്തത്. കാരണം ഞാൻ വൈകുന്നേരം വേറൊരു സ്ഥാപനത്തിൽ റെസ്റ്റോറൻറ്റിൽ ഞാൻ ബില്ലിംഗ് സെക്ഷനിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 10 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുക. അപ്പം അമ്മയാണ് മക്കളും കൂടെയാണ് ഇതെല്ലാം കൊണ്ടു കൊടുത്തത്. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഇരുന്ന് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല എനിക്ക് മുട്ടുകുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും വേദനയാണ് മോളെ എന്ന് പറഞ്ഞു, കാലിന് ബലം കിട്ടുന്നില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് മുട്ടുകുത്താൻ കഴിയും, അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അമ്മ മുട്ടുകുത്തി, കഷ്ടപ്പെട്ട് അമ്മ മുട്ടുകുത്തി. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം അമ്മ അതിന് ശേഷം പിറ്റേ ദിവസം പോലെ അമ്മ എൻ്റെ മക്കളെ മുമ്പിൽ ഓടി കാണിച്ചു കൊടുക്കുമായിരുന്നു, എനിക്ക് കാലിന് കണ്ടില്ല ഇത്രയും സുഖം കിട്ടി, മാതാവ് എൻ്റെ കാലിൻ്റെ അസുഖം മാറ്റിത്തന്നു, തേയ്മാനം മാറ്റിത്തന്നു. അമ്മ ബെൽറ്റ് പോലും ഇല്ലാതെ സുഖമായിട്ട് അമ്മ നടക്കാനും ഓടാനും ചാടാനും തുടങ്ങി അമ്മ. ആ അമ്മ അതിനുശേഷം ഇപ്പോഴും മുട്ടുകുത്തി, ഇപ്പം അമ്മ ഇവിടെ അൾത്താരയിൽ വന്നമ്മ മുട്ടുകുത്തി നിരങ്ങി ഇവിടെ വരെ അൾത്താര വരെ അമ്മ വന്നു. കാരണം അമ്മയ്ക്ക് അത്രയും വലിയൊരു കൃപയാണ് മാതാവ് കൊടുത്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം അമ്മ അസുഖത്തിന് ഒരു മരുന്നും ഇല്ലാണ്ടാണ് അമ്മ കഴിയുന്നത്. മരുന്നില്ലാന്നുള്ള ചെറിയ തൈറോയിഡിൻ്റെ ചെറിയൊരു പൊട്ടുഗുളിക മാത്രം അമ്മ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അതും അമ്മ പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ 3 നിയോഗങ്ങളും എനിക്ക് സാധിച്ചെന്ന മാതാവിന് 1000 നന്ദിയുണ്ട്.